ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ മനസ്സിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ബോംബെ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും അവസാനം എൻട്രി ചെയ്ത ഒരു ടെക്നീഷ്യനാണ് ഈ സിനിമയിലേക്ക്. പക്ഷേ എനിക്കെന്തോ ഇതിലെ പാട്ടുകൾ ചെയ്യാൻ അവർ തന്ന സ്പേസ് വളരെ വലുതായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള കമ്പോസിഷൻസ്, എനിക്ക് ആഗ്രഹമുള്ള രീതിയിലുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ്, എൻ്റെ ഈവൻ അവസാനത്തെ മിക്സിങ് മാസ്റ്ററിങ് വരെയുള്ള എല്ലാ പ്രോസസ്സിലും എനിക്ക് കുറച്ച് കളികൾ കളിക്കാനും എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ചെയ്യാനും എനിക്ക് പേഴ്സണലി കേട്ടോ, ഈ കേൾക്കുന്നവരിനി ഇതാണോ നീ പറഞ്ഞ എത്ര വലിയ ഡീറ്റെയിലിംഗ് എന്ന് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി വളരെയധികം സ്നേഹത്തോട് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ബോംബെ പോസിറ്റീവ്. അതുകൂടാതെ കുറച്ച് നാൾക്ക് ശേഷം വിജയ് യേശുദാസ് എനിക്ക് ഒരു ജീവിതം നൽകിയ സിനിമ ജോസഫാണ്. അറിയാം, എൻ്റെ ആദ്യ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസഫിൽ എൻ്റെ സംഗീതത്തിന് ഏറ്റവും എഴുകി ചേർന്ന് നിന്നത് വിജയിയുടെ ശബ്ദമാണ്, വിജയ് യേശുദാസിൻ്റെ ശബ്ദമാണ്. അപ്പോൾ വിജു ചേട്ടൻ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട്, അതാണ് ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, തൂമഞ്ഞു പോലെ എൻ്റെ കൺപീലി എന്ന് പറഞ്ഞ എന്ന പാട്ട്. ആ പാട്ട് എഴുതിയതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള VK ഹരിനാരായണനാണ്. ഈ പറഞ്ഞ പോലെ കണ്ടെത്താ ദൂരം നീ മായുന്നു, അല്ലെങ്കിൽ കരിനീല കണ്ണുള്ള പെണ്ണ്, ഉയരുന്നാഥനെ, അല്ലെങ്കിൽ കാവലിലെ എന്നോമൽ നിധിയല്ലേ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഹരിയേട്ടൻ്റെ കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ടും കൂടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്കൗട്ടായ ഒരു പാട്ടാണ് തൂമഞ്ഞു പോലെൻ്റെ കൺപീലി എന്ന് പറഞ്ഞ പാട്ട്. ആ പാട്ടാണ് ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഐഡിയ സ്റ്റാർ സിംഗറിൽ കണ്ടസ്റ്റൻ്റായിട്ട് വന്നതാണെന്ന് പലർക്കും അറിയുമായിരിക്കാം. അപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ട് പോകാനൊരു ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞ വർഷം. ചിത്രേച്ചിയുടെ അടുത്തിരുന്ന് ജഡ്ജ് ചെയ്യാനൊരു ഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് ഞാൻ കേട്ട കുറേ ശബ്ദങ്ങളിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ശബ്ദം ഉണ്ടായിരുന്നു. ആ കുട്ടി പാടിയ ശേഷം ആ കുട്ടിയുടെ ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ആ കുട്ടിയിൽ കാണാൻ സാധിച്ചിരുന്നു. എൻ്റെ ചൈൽഡ്ഹുഡും ഞാൻ വന്ന വഴികളും ആ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ആ കുട്ടിയുടെ പേര് ഋതിക സുധീർ എന്നാണ്. അപ്പൊ ഋതികയെ ഞാൻ ഈ സിനിമയിൽ അവിടെ വെച്ച് ഞാൻ വാക്ക് കൊടുത്തു. ഏത് പാട്ടെന്നോ ഏത് സിനിമ എന്നൊന്നും പറഞ്ഞില്ല. ഋതികയെ ഞാൻ എൻ്റെ അടുത്ത പടത്തിൽ പാടിക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വെരി നെക്സ്റ്റ് മൂവി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത് ബോംബെ പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പടത്തിൽ വിജയന്റെ കൂടെ ഋതികയെ നമ്മൾ പാടിച്ചു. ഋതിക ഇവിടെ വന്നിട്ടുണ്ട്. ഋതിക നല്ലൊരു കൈയ്യടി കൊടുക്കണം, വിളിക്കാം. അപ്പോൾ ഋതിക വളരെ ഗംഭീരമായിട്ട് അത് പാടി തരുകയും ചെയ്തു. അപ്പോൾ ഋതിക, താങ്ക് യു സോ മച്ച്. മോൾക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇനി ഒരുപാട് പാട്ടുകളും സിനിമകളൊക്കെ മോൾക്ക് കിട്ടട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ ബോംബെ പോസ്റ്റിന്റെ ടീം എന്നെ ഈ സിനിമയിലേക്ക് എൻട്രി പിക്കുന്നത് ഉണ്ണിയാണ്. ഉണ്ണിയെന്ന് എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. എവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഉണ്ണി എനിക്ക് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉണ്ണി ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഉണ്ണി ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും, നല്ല ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെയൊക്കെയുള്ള നമ്മളെ ഒന്ന് മൂഡാക്കി എടുക്കുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മച്ചാനാണ് ഉണ്ണി. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടി നല്ല പാട്ടുകൾ കൂടെ ചെയ്യാൻ പറ്റി. കാരണം ഉണ്ണി ഇങ്ങനെ പുറകെ ഉണ്ട് പാട്ട് കിട്ടാനായിട്ട്. നല്ല പാട്ട് വന്നില്ല, ബീറ്റ് വന്നില്ല, കുറച്ചും കൂടെ ഹെവി ആക്കണം, കുറച്ചും കൂടെ ബീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ ഉണ്ണി പുറകെ ഉണ്ട്. അതേപോലെ വക്കീലായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വക്കീലിൻ്റെ ഒരു സഹകരണവും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. എല്ലാവരും രാജ് സക്കറിയ. അപ്പോൾ രാജ് ഭായിയുടെ ഇൻവോൾവ്മെന്റും വളരെ വലുതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്യുന്ന സമയത്ത് രാജ് ഭായി വന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. അദ്ദേഹം അൻവർ പോലത്തെ സിനിമകളുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന ഒരു ടീമായിരുന്നു. ആദ്യം തന്നെ ഈ പ്രൊഡക്ഷൻ ടീമിനോട് ഞാൻ വലിയൊരു നന്ദി, ബോംബെ പോസിറ്റീവിന്റെ ടീമിനോട് നന്ദി പറയുന്നു. അതുകൂടാതെ എനിക്ക് തോന്നുന്നു സോണി മ്യൂസിക്കിന്റെ സൗത്തിന്റെ ഫസ്റ്റ് മൂവി നമ്മുടെയാണ്. അതൊരു വലിയ കാര്യമായിട്ട് സോണി സൗത്ത് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അവർ മലയാളത്തിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത് നമ്മുടെ പടമാണ്. അപ്പോൾ അതിലും ഒരു വലിയ സന്തോഷം. പിന്നെ ഇതിൽ വേറെ പാടിയ ആൾക്കാർ ഹരിശങ്കർ പാടി, കപിൽ പാടി, വിനീത് ശ്രീനിവാസൻ പാടി. പിന്നെ സന്തോഷ് ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷ് വർമ്മ മലയാളത്തിൽ ഏറ്റവും അധികം ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഗാനരചയിതാവ്. സന്തോഷ് ചേട്ടനായിട്ടും എനിക്ക് മാളികപ്പുറത്തിനും ഇനി വരാൻ പോണ സുമതി വളവിനും കുറേ നല്ല പാട്ടുകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആനന്ദ് ശ്രീബാലയിലും ഒക്കെ നല്ല പാട്ടുകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷ് ചേട്ടൻ എന്നും എൻ്റെ കൂടെ എൻ്റെ പാട്ടിൻ്റെ എൻ്റെ സംഗീതത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സന്തോഷ് ചേട്ടൻ ഇതിൽ വരികൾ എഴുതിയിട്ടുണ്ട്, ഹരിനാരായണൻ വരികൾ എഴുതിയിട്ടുണ്ട്, ജോ പോൾ വരികൾ എഴുതിയിട്ടുണ്ട്.
ഈ മ്യൂസിക് ടീമിനും എൻ്റെ കൂടെ നിന്ന എല്ലാ മ്യൂസീഷ്യൻസിനും ബോംബെ പോസിറ്റീവിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും ഹോൾ ടീമിനും ജീവൻ മേടയിൽ ഡയറക്ടർ ജീവൻ കോട്ടായി അതുപോലുള്ള പുറകെയുള്ള എവ്രി വൺ ബോംബെ പോസ്റ്റിന്റെ കൂടെ നിന്ന എല്ലാ ആൾക്കാരോടും നന്ദി അറിയിക്കുന്നു. ഈ പാട്ട് ഇറങ്ങുമ്പോൾ കേൾക്കാം, പാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാം മാക്സിമം. എനിക്ക് തോന്നുന്നത് ഈ മൂവിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പം രഞ്ജിൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷമാണ്. കാരണം ഒരു ടീം വർക്ക് തന്നെയാണെന്നുള്ളത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരെയും നമ്മുടെ ഫിലിമിലെ മെയിൻ ആളുകളെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ച് നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യാം അല്ലേ? യെസ്, ഓക്കെ. സോ വളരെയധികം സന്തോഷം. പടത്തിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ബോംബെ പോസിറ്റീവ് സിനിമ തിയേറ്ററിൽ അത് ഒരു പോസിറ്റീവായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഉണ്ണീനെ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ അറിയാം. ഏതൊരു വ്യക്തിക്കും ഒരു പ്രൊഡ്യൂസർ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ അംബീഷനുള്ള ഒരു കാര്യമാണ്. അപ്പം ആദ്യമായിട്ട് പ്രൊഡ്യൂസർ ആകുന്ന ഉണ്ണിക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള എന്താ പറയുക അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ആശംസ അറിയിച്ചുകൊണ്ടിട്ട്, എക്സ്പെഷ്യലി എന്നെ രാജ് സെക്രട്ടറിയാണ് വിളിച്ചത്. സോ രാജേന്ദ്രൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ കൊണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമ നല്ല രീതിയിൽ തിയേറ്ററിൽ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു ബോധ്യമുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ആൻഡ് സന്ദീപ് ഏട്ടാ ഒരു 2 വാക്ക് പ്ലീസ്. ഗുഡ് ഈവനിങ്. പറഞ്ഞ ഇതുപോലൊരു സിനിമ സംരംഭം ആരംഭിക്കുകയും ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമ ആരംഭിക്കുകയും ഇതിനിടയിൽ എനിക്ക് തോന്നുന്നു കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ണിക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അത് തരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഡ്യൂസ് ബൈ ഉണ്ണികൃഷ്ണൻ എന്ന് എഴുതി കാണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി പെയിൻ ഇതിൻ്റെ പുറകെയുണ്ട്. അതിൻ്റെ അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ 100% ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. സിനിമ വഴിയിലിടാതെ ആ സിനിമയെ തിരിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക, അതിനെ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ടെക്നീഷ്യൻസിനെ എല്ലാം ചേർത്ത് വെച്ച് കൊണ്ടുവരിക. എന്നെ ഇവിടെ വിളിച്ചത് രാജാണ്. രാജിൻ്റെ പേര് ഇതിൽ കാണുന്നില്ല, പക്ഷെ രാജിൻ്റെ ശരീരം പോലെ ഒരു തൂണ് പോലെ ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നാണ് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ രഞ്ജിനെ പോലെ ഒരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഹരി ഉൾപ്പെടെ സന്തോഷി ഉൾപ്പെടെ ഉള്ളവർ ഇതിനകത്ത് ലിറിക്സ് ഇത് ചെയ്തിട്ടുണ്ട്. സോ അപ്പം ഇതിൽ ഓരോരുത്തർക്കും ഇതുപോലെ ഈ സിനിമ ഈ പറഞ്ഞൊരു വളരെ പോസിറ്റീവായിട്ട് ഉള്ള റെസ്പോൺസ് ഉണ്ടാവട്ടെ എന്ന് എല്ലാ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും പറഞ്ഞു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നിന്നോടൊരു നന്ദി പറയുകയാണ്. കാരണം പ്രൊഡ്യൂസർമാരെ വിളിച്ച കൂടുതൽ എന്നെ വിളിച്ചത് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആണല്ലേ? ലിസിനയുടെ കൂടെ എനിക്ക് ഒരു സന്തോഷം. ചേട്ടാ ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകട്ടോ. അല്ല അത് നന്നായി, എനിക്ക് വിളിച്ചപ്പോൾ സന്തോഷമായിരുന്നു. അല്ലേ ആദ്യം തന്നെ ഒരുപാട് സന്തോഷമാണ്. രഞ്ജിൻ്റെ വളർച്ച ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇവിടെ പറയും, എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാനും കാണും എന്ന് പറയുന്ന പോലെ അവൻ്റെ എന്ത് ഫംഗ്ഷനും അവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുമ്പോൾ അവനെപ്പറ്റി പൊക്കി പറയും, അവനെപ്പറ്റി ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. പക്ഷെ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവൻ്റെ പാട്ടുകളിലൂടെ നമ്മളെ അവൻ ഓരോ തവണയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത 6 പടങ്ങളും മ്യൂസിക് ചെയ്ത അവനാണ്. ഞാനിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമ ചെയ്യുന്നത് അവനാണ്. അടുത്ത ഞാൻ കമ്മിറ്റ് ചെയ്ത 2 പടങ്ങളും അഡ്വാൻസ് വാങ്ങിച്ചത് അവൻ തന്നെയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ കൃത്യമായി അവൻ ഇതൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ഒത്തുചേരാറുണ്ട്. ഈ സുമതി വളവിൻ്റെ എന്ന സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് 1.5 ദിവസങ്ങളിൽ ഇവനെ കാണാതെ പോകും. അപ്പം ഈ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാടാ പനിയാണെന്നൊക്കെ പറഞ്ഞിരിക്കും. പിന്നീടാണ് ഞാൻ അറിയുന്നത് ആ സമയത്താണ് ഈ ബോംബെ പോസിറ്റീവ് എന്നുള്ള പടത്തിൻ്റെ പാട്ട് 1-2 ദിവസമാണ് ഇവൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് തമ്മിൽ മാറിപ്പോകും. സുമതിയോടെ പാട്ട് ഏതാണ്, ബോംബെ പോസിറ്റീവിലെ പാട്ട് അത് ഇവൻ കേൾപ്പിച്ചുകൊണ്ട് തന്നെ. അപ്പം എനിക്ക് വളരെ ഇഷ്ടമായ പാട്ട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് ഏതൊരു പാട്ട് ചോദിച്ചപ്പോൾ അത് നമുക്ക് തന്നോടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉണ്ണി ഓക്കെ പറഞ്ഞ് വെച്ചേക്കുന്നത് പറഞ്ഞു. പക്ഷെ എന്തായാലും
തീർച്ചയായിട്ടും ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ആർട്ടിസ്റ്റുകളായാലും എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ രചിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പേര് പോലെ തന്നെ പോസിറ്റീവായി മാറട്ടെ. അപ്പം ഒരുപാട് പൈസ ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് കിട്ടട്ടെ. എൻ്റെ ഇപ്പോഴത്തെ എപ്പോഴും ആഗ്രഹം അതാണ്, പ്രൊഡ്യൂസർമാർക്കൊക്കെ കാശ് കിട്ടണം. ഓക്കെ, അപ്പം ഇങ്ങോട്ട് വിളിച്ചതിന് നന്ദി രഞ്ജ, അടിപൊളിയായിരിക്കും. പിന്നെ ഇവൻ 8 മണിക്കാണ് ഇവിടെ പരിപാടി തുടങ്ങിയത്, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആരും ലേറ്റ് ആയിട്ടല്ല, മ്യൂസിക് ഡയറക്ടർ 8 മണിക്കാണ് ഇവിടെ എത്തിയത്. ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുണ്ട്, ഇവന്റെ കല്യാണത്തിന് മുഹൂർത്തം 2 തവണ മാറ്റിയായിരുന്നു. കല്യാണത്തിന് അന്ന് ഇവൻ ലേറ്റായി വന്നവനാണ്. പിന്നീട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എല്ലാ വേദിയിലും പറയും, ഇവനെ എടുത്തണമെന്നുണ്ടെങ്കിൽ 6 മണി പറയുക, ഇവൻ 7 മണിക്കൂടെ എത്തിയിരിക്കും. താങ്ക് യു.